മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് 2027 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്നത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് 2027, അതായത് അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിലേറ്റവും ശ്രദ്ധാകേന്ദ്രമായ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലേതാകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തെ പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ആര് ഭരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. 2017 ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഉത്തർപ്രദേശ് സംസ്ഥാനം BJP പിടിച്ചത്. യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ 2017 5 വർഷത്തെ ഭരണം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തെ വല്ലാതെ മാറ്റിമറിച്ചു. 2022 തെരഞ്ഞെടുപ്പിലും യോഗി ആദിത്യനാഥ് തുടർഭരണം നേടി. സംസ്ഥാന രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു അത്. മൂന്നാം തവണയും യോഗി ആദിത്യനാഥിന് തുടർഭരണം ലഭിക്കുമോ? ജനവിധി അദ്ദേഹത്തിന് അനുകൂലമാകുമോ? അതോ ജനവിധി മറിച്ചാകുമോ? അഖിലേഷ് യാദവും കൂട്ടരും വലിയ ശ്രമം സർക്കാരിനെ അട്ടിമറിക്കാൻ, അധികാരം പിടിക്കാൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പൊടിപാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കടുത്ത മത്സരമാണ് ഉത്തർപ്രദേശിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി വാക്ക് ഓവർ അല്ല ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ. അതായത് അവിടെ എതിർ പാർട്ടി അല്ലെങ്കിൽ അവിടെ എതിരിടേണ്ടത് കോൺഗ്രസിനെ അല്ല, മറിച്ച് സമാജ്വാദി പാർട്ടിയെയാണ്. അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കൂടുതൽ ചടുലമായി നീങ്ങുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് അത്ര എളുപ്പമല്ല ഉത്തർപ്രദേശിലെ കാര്യങ്ങൾ. എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ BJP സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുന്ന ജാഗ്രതയും ശുഷ്കാന്തിയും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ജയിക്കാനും പോന്നതാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രചരണവും അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ദേശീയ ശ്രദ്ധയാകർഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഓരോ തെരഞ്ഞെടുപ്പിനും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മറുവശം കൂടിയുണ്ട്: സുരക്ഷ. ഉത്തർപ്രദേശ് ഒരു കാലത്ത് മാഫിയകളുടെ കേന്ദ്രമായിരുന്നു. ആ മാഫിയ സംഘങ്ങളെ ഓരോന്നോരോന്നായി അവസാനിപ്പിച്ചത് യോഗി ആദിത്യനാഥിൻ്റെ ഭരണമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ രംഗത്ത് സംസ്ഥാനം കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ പുരോഗതി നേടി. ഉത്തർപ്രദേശിൻ്റെ ക്രമസമാധാനം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉയരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് സർക്കാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 52 നേതാക്കന്മാർക്ക്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട 52 നേതാക്കന്മാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകുകയാണ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതി എന്നിവരാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് സ്വീകരിക്കുന്ന പ്രമുഖർ. ഇതുകൂടാതെ 11 സംസ്ഥാന മന്ത്രിമാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നിരവധി നേതാക്കന്മാരും ഇതിനോടകം തന്നെ ഈ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ട്. ഇവർക്കെല്ലാം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകി സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ഉത്തർപ്രദേശ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ, പ്രത്യേകിച്ചും സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തീരുമാനം. ഇതനുസരിച്ചിട്ടുള്ള ബൃഹത് പദ്ധതിക്കാണ് ഉത്തർപ്രദേശ് സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപം കൊടുത്തിട്ടുള്ളത്. 8 പേർക്കായിരിക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക. രണ്ടാം ഘട്ടത്തിൽ 44 നേതാക്കന്മാർക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്യും. ഓരോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിനും 10 ലക്ഷം രൂപ വില വരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇത്രയധികം സുരക്ഷ നൽകി നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചില മാഫിയ സംഘങ്ങളും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള മറ്റ് ചില നീക്കങ്ങളുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ് കഴിഞ്ഞ കുറേ നാളായി ഇസ്ലാമിക ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുന്ന സംസ്ഥാനമാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അത്തരം ചില സംഘടനകളും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള നിരോധിത ഭീകര സംഘടനകളുമെല്ലാം തലപൊക്കാനുള്ള സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭീകരാക്രമണമോ അതുപോലെ തന്നെ നേതാക്കന്മാരെ വകവരുത്തുകയോ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഉത്തർപ്രദേശിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ വലിയ കുടിപ്പക നിലനിൽക്കുന്നുണ്ട്. ഓരോ നേതാക്കന്മാർ തമ്മിലും കുടിപ്പക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇവരാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കോ കൊലപാതകങ്ങൾക്കോ ശ്രമിച്ചു എന്നും വരാം. അതിൽ നിന്നൊക്കെ വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന നേതാക്കന്മാരെ വൻ സുരക്ഷ നൽകി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ലക്ഷ്യം.
അതിൻ്റെ ഭാഗമായിട്ടാണ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. സുരക്ഷാ വർധനവിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഇതുമാത്രമല്ല, ഏതാണ്ട് 98ഓളം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാരുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയായിരിക്കും നേതാക്കന്മാർ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുക. ഉത്തർപ്രദേശ് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ സുരക്ഷാ ഓഡിറ്റിലും അതുപോലെ തന്നെ ഈ ത്രെഡ് ഭീഷണികളെ കുറിച്ചുള്ള പഠനത്തിലുമൊക്കെയാണ് 52 നേതാക്കന്മാരെ വലിയ ഭീഷണിയുള്ള നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇവർക്കാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകുക. ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും അതുപോലെ തന്നെ അധിക സുരക്ഷാ സംവിധാനങ്ങളുമെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിന് വലിയ ചെലവാകുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്തായാലും നേതാക്കന്മാർ ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് അടുത്തിഴപഴകുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് കാലം. ആ സമയത്ത് രാജ്യവിരുദ്ധ ശക്തികളോ സാമൂഹ്യ വിരുദ്ധ ശക്തികളോ ഈ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കാമെന്നാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ കണക്കുകൂട്ടൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് 98 നേതാക്കന്മാരുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നതും 52 പേർക്ക് ഇത്തരത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതും. കനത്ത പോരാട്ടമായിരിക്കും 2027 നടക്കാൻ പോകുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക എന്ന് വ്യക്തമാണ്. 2017 നീണ്ട ഇടവേളയ്ക്ക് ശേഷം BJP സംസ്ഥാനത്തിൻ്റെ ഭരണം തിരിച്ചുപിടിച്ചത്. യോഗി ആദിത്യനാഥ് അന്ന് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. അന്ന് യോഗി ആദിത്യനാഥ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. അദ്ദേഹം ലോക്സഭാ MP ആയിരുന്നു. എന്നിട്ടുകൂടി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി എത്തിയത് യോഗി ആദിത്യനാഥ് ആയിരുന്നു. 5 വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന് തുടർഭരണം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ BJPക്ക് ഒട്ടും അനുകൂലമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 2017 403 അസംബ്ലി സീറ്റുകളിൽ 312 എണ്ണത്തിലും ത്രസിപ്പിക്കുന്ന വിജയം നേടിയാണ് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ 2022 BJP തുടർഭരണം നേടിയെങ്കിലും സീറ്റുകളുടെ എണ്ണം 312 നിന്ന് 273 കുറഞ്ഞു. മാത്രമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും വലിയ അടി നൽകിയ അല്ലെങ്കിൽ BJPയെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തർപ്രദേശ്. 80 സീറ്റുകളിൽ ഏതാണ്ട് 60-ലധികം സീറ്റുകൾ നേടുമെന്ന് വിചാരിച്ചിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് വെറും 36 സീറ്റുകൾ മാത്രമായിരുന്നു. 46 സീറ്റുകൾ നേടിക്കൊണ്ട് ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി മുന്നിൽ വരുന്നതും ലീഡ് ചെയ്യുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അത്രമാത്രം BJPക്ക് തിരിച്ചടിയേറ്റ സംസ്ഥാനങ്ങളിലൊന്നായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ് മാറുന്നതും നമ്മൾ കണ്ടു. 2017 തുടങ്ങിവെച്ച ആ വിജയം 2022 ആവർത്തിച്ചെങ്കിലും നിറം മങ്ങി. പിന്നീട് 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ സമ്പൂർണമായ പരാജയമായിരുന്നു ഫലം. എന്നാൽ 2027 ഇതെല്ലാം മറികടക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ BJPയെ ശക്തമായി കോർണർ ചെയ്യാനും BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മറുപടി നൽകാനുമുള്ള എല്ലാ ശ്രമങ്ങളും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നടത്തുമെന്നുറപ്പാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP നേരിട്ടത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷമാണ്. അതുപോലും BJPക്ക് വലിയ ഗുണം ചെയ്തില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിലെ സംഭാവന കൊള്ളയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം. ഇത് BJPക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാം കൊണ്ടും UP തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയല്ല എന്നുറപ്പാണ്. 10 വർഷം നീണ്ടുനിന്ന അല്ലെങ്കിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാരിന് തീർച്ചയായും ഏതാനും ചില ഭരണവിരുദ്ധ വികാരങ്ങളെ നേരിടേണ്ടി വരും. ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ BJP പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് നേതൃമാറ്റം. എന്നാൽ ഏറ്റവും ജനകീയനായ ഏറ്റവും പ്രശസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിൽ നിലവിലുള്ളത്. അദ്ദേഹത്തെ മാറ്റി പരീക്ഷിക്കാൻ എന്തായാലും BJP തൽക്കാലം തയ്യാറാകില്ല. ഭരണവിരുദ്ധ വികാരത്തെ പിന്നെന്തുകൊണ്ടായിരിക്കും BJP നേരിടുക എന്ന ചോദ്യം ബാക്കിയാകുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അയോധ്യ സ്വർണ്ണ സംഭാവന കൊള്ള പോലെയുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും മറ്റും ഉയർത്തുന്ന വലിയ വെല്ലുവിളികൾ, ഇതിനെയെല്ലാം BJPക്ക് മറികടക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റിട്ടും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ വിജയം നേടിയ ചരിത്രം BJPക്കുണ്ട്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ദില്ലിയിലും ബീഹാറിലുമെല്ലാം സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണ്.
സമാനമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ അവർക്ക് ഉത്തർപ്രദേശും പിടിച്ചെടുക്കാം എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. അതിൻ്റെ ഭാഗമായി BJP വളരെ നാൾ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയായ വിനോദ് താവഡേക്ക് ഉത്തർപ്രദേശിൻ്റെ ചാർജ് നൽകിക്കൊണ്ട് BJP തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് അതിവേഗം കടന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിൻ്റെ ജനഹൃദയങ്ങൾ വീണ്ടും കീഴടക്കാനും മൂന്നാം തവണയും അധികാരത്തിലേക്ക് തിരിച്ചു വരുവാനും നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനും കഴിയുമോ എന്ന ചോദ്യം ഉത്തർപ്രദേശിൽ വ്യാപകമായി ചർച്ച ചെയ്യുകയാണ്. എന്നാൽ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഇന്ത്യ സഖ്യവും വിലയിരുത്തുന്നു. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലല്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അഖിലേഷ് യാദവ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഇതുവരെയും ഒരു മുന്നണി സംവിധാനം അവിടെ രൂപപ്പെട്ടു വരുന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അഖിലേഷ് യാദവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അത്തരം പ്രവർത്തനം തമിഴ്നാട്ടിലും നമ്മൾ കണ്ടതാണ്. അവിടെ TVKയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ച് കോൺഗ്രസും അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം TVKയ്ക്കൊപ്പം ചേരുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നെല്ലാം എങ്ങനെ കരകയറും ഉത്തർപ്രദേശിൽ എന്ന ചോദ്യം ഇന്ത്യ മുന്നണിയെ അലട്ടുന്നുണ്ട്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മുന്നണി ഇപ്പോൾ അത്ര ശക്തമല്ല. നിരവധി പാർട്ടികളും MP-മാരുമെല്ലാം മുന്നണി വിട്ടു പോയിരിക്കുന്നു. അഖിലേഷ് യാദവ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും അവർ ഒരുമിച്ച് തന്നെയാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് വ്യക്തം. പക്ഷേ പ്രതിപക്ഷം മുമ്പത്തേക്കാളേറെ ശിഥിലമാണ് എന്നതും BJPക്ക് വളക്കൂറുള്ള മണ്ണായി മാറുന്നു. എന്തായാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി എന്ത് നേട്ടം ആർക്കുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. മത്സരത്തിൻ്റെ കാഠിന്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ എലമെൻറ്റുകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നേതാക്കന്മാർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ അടക്കം നൽകി സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നതും.